ഹായ് ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ജനറൽ സപ്ലീസ് മേക്കിംഗ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നത് പാറ്റേൺ പേപ്പേഴ്സാണ്. അപ്പം ഞാനിങ്ങനെ A4 ഷീറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കുറേയാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഓരോന്നിലായിട്ട് ഡിസൈൻ വരയ്ക്കാം. ഫസ്റ്റ് തന്നെ ജനറൽ സപ്ലീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റിന് ഓർമ്മയിൽ എന്താ ഗ്രിഡ് ലൈൻസ്. സോ ഞാൻ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്തു, ഗ്രിഡ് ലൈൻസാണ് വരയ്ക്കുന്നത്. ഇത് സാധാ നോർമൽ ഗ്രിഡ് ലൈനാണ് കേട്ടോ. ഞാൻ എൻ്റെ ഈ ഒരു പാറ്റേൺ പേപ്പേഴ്സിൽ കൂടുതലും ഗ്രിഡ് ലൈൻസ് തന്നെയാണ് വരച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതേ ഈ ക്യാമറയിൽ കാണുമ്പോൾ ജസ്റ്റ് ചെറിയൊരു ലൈറ്റ് ഷെയ്ഡായിട്ടാണ് കാണുന്നത്, പക്ഷേ അത്യാവശ്യം കളറുണ്ട് കേട്ടോ. പിന്നെ ഒരു ഡാർക്ക് ആൻഡ് ലൈറ്റ് കോംബോയാണ്. അപ്പോൾ ഫസ്റ്റ് ഇതൊരു വെർട്ടിക്കൽ ഗ്രിഡാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ കൂടുതലും ഞാൻ ഗ്രിഡ് തന്നെയാണ് വരച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊരു വെർട്ടിക്കൽ ഗ്രിഡാണ്. ഞാൻ കുറച്ച് സ്പീഡാക്കിയിട്ടുണ്ട്, കാരണം അല്ലെങ്കിൽ ഭയങ്കര ലാഗാവും. സോ ഇത് നമ്മളെ ഗ്രിഡ് വരച്ച് കഴിഞ്ഞു. ഇത് നല്ല വെർട്ടിക്കൽ, കയ്യിൽ നിന്ന് തെന്നിപ്പോയതാണ്. നല്ല വെർട്ടിക്കലായിട്ടുള്ളതാണ്. ഇതും അത്യാവശ്യം കളറുണ്ട്, ബട്ട് ഒരു ഡാർക്കർ ഷെയ്ഡായിട്ടാണ് ഇതിൽ ലൈറ്റ് ഷെയ്ഡായിട്ടാണ് കാണിക്കുന്നത്. ഇനി ഒരു ബ്രഷ് പെൻ എടുത്തിട്ട് ഒരു വേവി ടെക്സ്ചറാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്തൊക്കെയോ ആയിട്ടുണ്ട്, എന്തായാലും കുഴപ്പമില്ല, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമല്ലോ. ഞാനിപ്പോൾ കുറച്ച് പാറ്റേൺ പേപ്പേഴ്സ് ഇതിൽ കാണിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഇനിയും പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ടാക്കാം. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയതിൻ്റെ കളർ ചേഞ്ച് വേണമെങ്കിൽ ഉണ്ടാക്കി വെക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു കളറിൽ മാത്രമാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. പിന്നെ അതേ ഞാൻ കുറച്ചൊരു ഓറഞ്ച് ബ്രഷ് പെനാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു നല്ലൊരു ഹേർട്ട് വരയ്ക്കാമെന്ന്. കുറേയൊക്കെ കുളമാകുന്നുണ്ട് കേട്ടോ, കുറേയൊക്കെ നല്ലപോലെ വരുന്നുണ്ട്. ബ്രഷ് പെൻ ആയതുകൊണ്ടാണ്. പിന്നെ അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് നല്ല ലാഗാവുന്നത്. സോ ഒരു ട്രാൻസാക്ഷൻ ആവാം ഇതിൻ്റെ ഇടയിൽ എന്ന് വിചാരിച്ചു. കണ്ട കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഓറഞ്ച് അത്യാവശ്യം നല്ല കളറായിട്ട് തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. പിന്നെയും ഒരു ട്രാൻസാക്ഷനായി. ഇതേ ഗൈസ്, ഇതെന്ന് വർക്ക് ചെയ്യുന്നില്ല. അപ്പം ഞാൻ ഇങ്കൊക്കെ നോക്കിയപ്പോൾ കൈമേലൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാനിങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. കണ്ടതിൽ ഇങ്ക് വരുന്നേ ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തൊക്കെയോ കാട്ടി ഇങ്ക് വരുത്തി. അപ്പോൾ ഇതേ നമ്മളെ പാറ്റേൺ പേപ്പേഴ്സ് ഇതേ അത്രേ ഉള്ളൂ. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ കുറച്ചാണ് ഞാനിതിൽ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ മുമ്പ് ഉണ്ടാക്കി കുറച്ചാണ്. ഇതൊക്കെ വെറും ക്രയോൺസും ഇത് ഫിംഗർ പ്രിൻ്റ് വെച്ചതാണ്. ഫുള്ള് ബ്രഷ് ഒന്നും വേണമെന്നൊന്നുമില്ല കേട്ടോ. പിന്നെ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും, കടൽ ക്ലൗഡ് നോക്കി ഞാൻ ഉണ്ടാക്കിയതാണ്. സോ ഇത്രയൊക്കെ ഉള്ള നമ്മളെ വാഷി. ഇനി നമുക്ക് വാഷി ടേപ്പ് നോക്കാം. സോ വാഷി ടേപ്പ് ഞാൻ ഉണ്ടാക്കുന്നില്ല, നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കി വെച്ചതുണ്ടായിരുന്നു, അത് ഞാൻ കാണിച്ചു തരാം. കാരണം ഇതുണ്ടാക്കാൻ കുറച്ച് പണിയാണേ. ഞാൻ കളർ കൊടുത്തിട്ടില്ല. സോ ഇങ്ങനെയൊക്കെ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും. പിന്നെ ഗ്രിഡ് ലൈൻ പിന്നെ മെയിൻ അല്ലേ, പിന്നെ ഒരു പ്ലെയിൻ കളറും. ഇത് സൂക്ഷിച്ചൊക്കെ കുറച്ച് ഗ്രിഡൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. പിന്നെ വേറൊരു ഇത് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ വൈറ്റ് ഡോട്ട് പെയിൻറ്റോ വൈറ്റ്നറോ ഒക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ദേ ഈ 4 എണ്ണമാണ് നമ്മുടെ വാഷി ടേപ്പ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് സ്റ്റാമ്പ്സ് നോക്കാം. അപ്പോൾ ദേ നമ്മൾ ലാസ്റ്റ് സാധനമാണ് കേട്ടോ. ഇതിൻ്റെ പാർട്ട് 2 വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. സോ ദേ നമ്മളെ സ്റ്റാമ്പ്സ് ഇതാ ഇങ്ങനെ വെട്ടിയെടുക്കാം. അത്യാവശ്യം ലോങ് ആണിത്. ഇത് ഞാൻ ഒരു A4 ഷീറ്റിൽ തന്നെ ഒട്ടിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. അത് കാരണം അത്യാവശ്യം ലോങ് ആണ്. പിന്നെ അതേ ഇതിൻ്റെ ചെറുതുണ്ട്. ഇത് ഒരു A4 ഷീറ്റിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ളതാണ്, ഒരു സൈഡിൽ നിന്ന് മാത്രം കേട്ടോ. മറ്റേത് 2 സൈഡിൽ നിന്ന് എടുത്തിട്ട് ഒട്ടിച്ചുകൊണ്ടാണ് അങ്ങനെ. പിന്നെ അതേ സിംഗിളായിട്ട് ഞാൻ ഒരെണ്ണം മുറിച്ചെടുത്തതാണ്. പിന്നെ ഇനി നമുക്ക് എങ്ങനെയാണ് ആ സ്റ്റാമ്പ് ഉണ്ടാക്കുകയെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ആകെ ഒരു പേപ്പർ ഇങ്ങനെ മടക്കണം. നിങ്ങൾക്ക് എത്ര സൈസ് വേണ്ട അത്രയും മടക്കുക. പിന്നെ ഒരു കത്രിക എടുത്തിട്ട് ഇങ്ങനെ സൈഡ് ഇങ്ങനെ മുറിക്കാം. ഞാൻ മുറിക്കുമ്പോൾ ഷേപ്പൊന്നും ഇടയ്ക്ക് കറക്റ്റ് ആവുന്നില്ല കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ടൈം എടുത്ത് വേണമെങ്കിൽ വരയ്ക്കാം. പിന്നെ എൻ്റെ ഇത് അത്യാവശ്യം മൂർച്ച കുറവാണ് ഗെയ്സ്. കുറച്ച് മൂർച്ച ഉണ്ട്, എന്നാലും ചെറിയൊരു കുറവുണ്ട്. അത് കാരണം തന്നെ ഞാൻ പുതിയ മേടിച്ചത് കാണാനില്ല കേട്ടോ, അതാണിങ്ങനെ. പിന്നെ അതൊക്കെ ഞാൻ വെട്ടുമ്പോൾ അവിടെ കുറച്ച് ഗ്യാപ്പ് ഇടണം കേട്ടോ. ഗ്യാപ്പ് ഇട്ടില്ല വെച്ചെങ്കിൽ ഫുൾ കട്ടായാൽ നമുക്കതിങ്ങനെ മുറിക്കാൻ പറ്റത്തില്ല. അതാണ് ഈ കാണിച്ചു തരുന്നത്. ക്യാമറ ഒന്ന് ഫോക്കസ് ആവാതെ കുറേ കഷ്ടപ്പെട്ടുന്നുണ്ട് ഗൈസ്. പിന്നെ അത് ഫുള്ള് വെട്ടിയെടുക്കണം കേട്ടോ. ആ 4 സൈഡും നമ്മൾ വെട്ടിയെടുക്കണം. അത്യാവശ്യം മെസ്സി ആൻഡ് നല്ല പണിയുള്ളൊരു സംഭവമാണത്. അപ്പോൾ ഈ ടൈം കൊണ്ട്, ഞാൻ ഈ വെട്ടുന്ന ടൈം കൊണ്ട് നിങ്ങളെല്ലാവരും ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.
പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം. ഇനി വിൻറ്റേജ് ചാനലിൽ ചെയ്യണോ, സ്റ്റാരി നൈറ്റ് ചെയ്യണോ, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. കവായി ആണെന്നൊക്കെ കൂട്ടാം ഇത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ പാർട്ട് 2 വേണമെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. വേറെ എന്തെങ്കിലും ജേണൽ റിലേറ്റഡോ ക്രാഫ്റ്റ് റിലേറ്റഡോ അങ്ങനെ എന്ത് വീഡിയോ വേണമെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ ഞങ്ങളൊരു Q&A നോക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് അതും കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോഴേക്കും ഇതേ പറഞ്ഞു വന്നപ്പോഴേക്കും ഇതേ നമ്മളെ ഇത് സ്റ്റാമ്പ് ഇപ്രാവശ്യം ഞാൻ അത്യാവശ്യം വലുതാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതേ നല്ല അടിപൊളിയായിട്ട് നമ്മളെ സ്റ്റാമ്പ് വന്നിട്ടുണ്ട്. സോ ഇനി നമുക്കതൊന്ന് ഡിസൈൻ ചെയ്യാം. ഗൈസ്, ഞാൻ ഡിസൈൻ ചെയ്യുന്നത് എടുക്കാൻ പറ്റിയില്ല, കാരണം നല്ല മഴയുണ്ട്. പെട്ടെന്ന് എനിക്ക് അകത്തേക്ക് പോകേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് ഇത് ഞാൻ വൈകുന്നേരം എടുക്കുന്നത്. സോ നമ്മുടെ ഇത്രയുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ. സോ ബൈ.